ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്പർ തിയറിയിലെ നമ്പർ ബേസിന്റെ കൺവേർഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺവേർട്ട് 245 ഇൻ ബേസ് 10 ടു ബേസ് 6. സോ ഒരു ബേസ് 10ലുള്ള അല്ലെ, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ബേസ് ആണ് ബേസ് 10 നമ്പേഴ്സ് എന്ന് പറയുന്നത്. 1 2 3 4 അങ്ങനെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ്, നമ്പർ സിസ്റ്റമാണ് ഇത് ബേസ് 10 സിസ്റ്റം എന്ന് പറയുന്നത്. ആ ബേസ് സിസ്റ്റത്തിലുള്ള 245 എന്നുള്ള നമ്പർ ഉണ്ടല്ലോ, അതിന്റെ നമ്പർ ബേസ് 6ലുള്ള ഒരു നമ്പറിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബേസ് 6ൽ ഈ 245 എന്ന് പറയുന്നത് വേറൊരു നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫറെന്റ് ഡിജിറ്റ്സ് ആയിരിക്കും, റൈറ്റ്? സോ ആ ഒരു ബേസ് 6ലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യമാണ് ഒരു ആൻസർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബേസ് 10ലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ആ ബേസ് 10ലുള്ളതിനെ വേറൊരു ഡിഫറെന്റ് ബേസിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ആ ബേസ് 10ൽ തന്ന നമ്പറിനെ 245 ഡിവൈഡഡ് ബൈ ആ നമ്പറിനെ നിങ്ങൾ ഏത് ബേസിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ നമ്പറുമായിട്ട് ഡിവൈഡ് ചെയ്യുക. 245 by 6 എത്ര കിട്ടും? 6 into 40 ആണ് 240 എന്ന് പറയുന്നത്. സോ 40 ആണ് നമുക്ക് കോഷ്യന്റ് ആയിട്ട് കിട്ടുക. റിമൈൻഡർ ആയിട്ട് ഒരു 5 ഉണ്ടല്ലോ, 5 അവിടെ ഉണ്ട്. സോ ആ റിമൈൻഡറിനെ ഞാൻ ഇവിടെ മാറ്റി എഴുതിയിട്ടുണ്ട്. 5 അവിടെ റിമൈൻഡർ വരുന്നുണ്ട്. അഗൈൻ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അതായത് കോഷ്യന്റിനെ കൊണ്ടുവന്നിട്ട് 40, കോഷ്യന്റിനെ നമ്മൾ അഗൈൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഈ ഒരു ഡിവിഷനിൽ കിട്ടിയ കോഷ്യന്റ് ഡിവൈഡഡ് ബൈ 6 ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടും? 6 into 6 36 ആണ്. റിമൈൻഡർ 4, റിമൈൻഡർ ഞാൻ ഇങ്ങോട്ട് എഴുതുന്നുണ്ട്, റിമൈൻഡർ 4 കിട്ടുന്നുണ്ട്, റൈറ്റ്? ഓക്കെ, അപ്പൊ 40 by 6 കോഷ്യന്റ് നമുക്ക് 6 കിട്ടി, റിമൈൻഡർ 4 കിട്ടി. ഇനി സെയിം പ്രോസസ്, ഇവിടെയുള്ള കോഷ്യന്റ് എടുക്കുന്നു, 6 ഡിവൈഡ് ബൈ നമ്മൾ ഏത് ബേസിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ നമ്പർ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 by 6 നമുക്ക് 1 എന്നുള്ള കോഷ്യന്റ് കിട്ടും. റിമൈൻഡർ ഉണ്ടോ? റിമൈൻഡർ ഇല്ല. സോ റിമൈൻഡർ ഇല്ലെങ്കിൽ നമ്മൾ 0 കൊടുക്കും. സോ എഗെയിൻ നമ്മൾ ആ പ്രോസസ് റിപ്പീറ്റ് ചെയ്തു. കോഷ്യന്റ് 1 കിട്ടി, റിമൈൻഡർ 0 കിട്ടി. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കിട്ടിയ കോഷ്യന്റ് ആരാ? 1 ഡിവൈഡഡ് ബൈ 6 ചെയ്യണം. 1 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് 0 എന്നുള്ള കോഷ്യന്റ് കിട്ടും, അല്ലെ? 1ൽ നമുക്ക് 6 ഇല്ല, സോ 0 എന്നുള്ള കോഷ്യന്റ് കിട്ടും. റിമൈൻഡർ ആയിട്ട് അവിടെ ആര് കിട്ടും? ഈ 1നെ നമ്മൾ റിമൈൻഡർ ആയിട്ട് കിട്ടും. സോ നമ്മൾ ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്തു? നമുക്ക് കോഷ്യന്റ് 0 കിട്ടുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തു, റൈറ്റ്? എന്നിട്ട് കോഷ്യന്റ് 0 കിട്ടിയപ്പോൾ റിമൈൻഡർ 1 എന്ന് നമുക്ക് കിട്ടി. ഇനി കണ്ടോ, ഈസിയാണ്. നമ്മൾ എന്ത് ചെയ്യുക? താഴെ നിന്ന് മുകളിലേക്ക് നമ്പേഴ്സ് എടുക്കുക. അതായത് ഈ റിമൈൻഡേഴ്സ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. താഴെ നിന്ന് മുകളിലേക്ക് പറയുമ്പോൾ 1045 ഇതായിരിക്കും നമ്മളുടെ നമ്പർ ബേസ് 6ലുള്ള നമ്പർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 245 in base 10 is equal to 1045 അല്ല 1045 in base 6 എന്ന് നമുക്ക് പറയാൻ പറ്റും, റൈറ്റ്? സോ ഇതാണ് 245 ബേസ് 10ൽ ഈ നമ്പർ എന്തിനോട് ഈക്വൽ ആണ്? 1045 in base 6നോട് ഈക്വൽ ആണെന്ന് നമുക്ക് ഈസിലി പറയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും, റൈറ്റ്? പ്രോസസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം, റൈറ്റ്? അപ്പോൾ കൂടുതലായിട്ട് ക്ലിയർ ആവും. കൺവേർട്ട് 381 in base 10 to base 5. 381 ബേസ് 10ലുള്ള 381നെ നമ്മൾ ബേസ് 5ലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഏത് നമ്പർ ആണ് കൺവേർട്ട് ചെയ്യേണ്ടത് ആ നമ്പർ എടുക്കുന്നു. 381 ഡിവൈഡ് ബൈ ഏത് ബേസിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? 5ലേക്കാണ്. സോ ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടും. നമുക്കറിയാം 381 by 5 എന്ന് പറയുമ്പോൾ 38ന്റെ ഡബിൾ എന്ന് പറയുന്നത് എത്രയാണ്? 76 ആണ്. സോ ദിസ് വിൽ ബി 76. 5 into 76 വിൽ ബി 380 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റിമൈൻഡർ എത്ര വരും? 1 വരും. 1 ആയിരിക്കും ഇവിടുത്തെ റിമൈൻഡർ. ഓക്കെ, ഇനി 76നെ നമ്മൾ എടുക്കും, അവിടുത്തെ കോഷ്യന്റ് എടുക്കും, ഡിവൈഡഡ് ബൈ ഏത് സിസ്റ്റത്തിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്? ബേസ് 5ലേക്കാണ്. സോ ഡിവൈഡ് ബൈ 5. 76 by 5 എന്ന് പറയുമ്പോൾ നമുക്ക് 15 എന്നാ കിട്ടാം, റൈറ്റ്? 5 into 15 എന്ന് പറഞ്ഞാൽ 75 ആണ്. റിമൈൻഡർ 1 തന്നെ നമുക്ക് കിട്ടും. അഗെയിൻ 15 by 5 ഇവിടുത്തെ കോഷ്യന്റ് എടുക്കുന്നു, ഡിവൈഡ് ബൈ 5 നമുക്ക് 3 എന്നാ കിട്ടുക. റിമൈൻഡർ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റിമൈൻഡർ ഇല്ല. സോ നമ്മൾ 0 കൊടുക്കും, റൈറ്റ്? 3 കിട്ടി. 3നെ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കോഷ്യന്റ് 0 കിട്ടുന്നവരെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. 3 by 5 എന്ന് പറയുമ്പോൾ അവിടെ കോഷ്യന്റ് ഉണ്ടോ? ഇല്ല. 3 by 5 3ൽ 5 കറക്റ്റ് ആയിട്ട് പോവില്ല. സോ 3 by 5 എന്ന് പറയുമ്പോൾ കോഷ്യന്റ് നമുക്ക് 0 എന്ന് കിട്ടും. റിമൈൻഡർ എത്രയാ കിട്ടുക? 3 തന്നെയാണ് അവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത്. സോ കോഷ്യന്റ് നമുക്ക് 0 കിട്ടുന്നവരെ നമ്മൾ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ റിമൈൻഡേഴ്സിനെയാണ് നമ്മൾ എടുക്കേണ്ടത് താഴെ നിന്ന് മുകളിലേക്ക്. അതായത് 3011. സോ 381 in base 10 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? 3011 in base
5 ആണെന്ന് നമുക്ക് ഈസിലി പറയാൻ പറ്റും. ഇങ്ങനെ ഏതൊരു ഡെസിമൽ സിസ്റ്റത്തിലുള്ള നമ്പറിനെയും ഒരു ഡിഫറൻറ്റ് സിസ്റ്റത്തിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിലി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ആ ഒരു മെത്തേഡ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. നിങ്ങൾ എന്തായാലും ചെയ്തിട്ട് എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യേണ്ടതുണ്ട്. കൺവേർട്ട് 169 ഇൻ ബേസ് 10 ടു ബേസ് 7. 169 ബേസ് 10 ബേസ് 7ലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രോബ്ലം നിർബന്ധമായിട്ട് ചെയ്തു നോക്കുക. ആൻസർ കിട്ടിയാൽ താഴെ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പ്രോബ്ലംസ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ പ്രോബ്ലംസും ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ ഓൾ.